ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഐറ്റമാണ്. ചിക്കൻ വിങ്സ് അത് ചൈനീസ് റെസ്റ്റോറൻറ്റ്, ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ വിങ്സ്. പക്ഷേ അത് അവർ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് ഞാനിത് ഓവൻ ബേക്ക് ചിക്കൻ വിങ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തേക്കുന്ന ഈ ചിക്കൻ വിങ്സ് ഓൾറെഡി ഇതുപോലത്തെ കട്ട് ചെയ്ത് അതിൻ്റെ ടിപ്സും എല്ലാം, അതായത് വിങ്സിൻ്റെ ചിറകിൻ്റെ അറ്റം എല്ലാം കട്ട് ചെയ്ത് ഓൾറെഡി റെഡി ആയിട്ടുള്ള ചിക്കൻ വിങ്സുകളാണ്. ചിക്കൻ വിങ്സിൻ്റെ ഫസ്റ്റ് സെക്ഷൻ, അതായത് വിങ് പാർട്ടും അതുപോലെ തന്നെ ആ ഡ്രം സ്റ്റിക്ക് പോലെ വരുന്ന ആ ഭാഗം കൂടെ ചേർന്നുള്ള പീസുകളാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം വൃത്തിക്ക് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ സ്കിന്നോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല ക്രിസ്പിയായിട്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇതിൻ്റെ മോയ്സ്ചർ, അതായത് വെള്ളമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പർ വല്ലതും ഉപയോഗിച്ച് നമുക്കത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായിട്ടുള്ള ബീൻസ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ചെറുതായിട്ട് നമുക്കൊന്ന് സീസൺ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പ്രീമിക്സ് ബ്ലെൻഡാണ്. അത് മെഡിറ്ററേറിയൻ ബ്ലെൻഡ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് വേണ്ടി അത്യാവശ്യ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഉപ്പ്, അതുപോലെ തന്നെ ഗാർലിക്ക്, അതുപോലെ ഒനിയൻ പൗഡറ്, ഓറഞ്ച് തൊലി ഉണങ്ങി പൊടിച്ചത്, അതുപോലെ തന്നെ ടൊമാറ്റോ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അത് പൊടിച്ചിട്ടത്, പിന്നെ ക്രഷ് ചെയ്ത റെഡ് പെപ്പർ, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്പൈസി വല്ലതും ആണെന്നുണ്ടെങ്കിൽ പെപ്പർ നമുക്ക് ചേർക്കാം. പിന്നെ ഞാൻ നമ്മുടേതായ രീതിയിൽ, അതായത് നമ്മൾ ഇവിടുത്തെ ഇങ്ങനെയുള്ള കുക്കിങ്ങിലൊന്നും ഉപയോഗിക്കാത്ത സാധനമാണ് ടർമറിക്, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ ഇതുപോലെ മിക്സ് വരുന്നത് ഭയങ്കര സോൾട്ടി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് അധികം ഉപ്പ് അനുഭവപ്പെട്ടതിന് മുമ്പേ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ശകലം ഉപ്പ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ബ്ലാക്ക് പെപ്പറും യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിത് സീസൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1 ടീസ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡ് ഒരു 2 ടേബിൾ സ്പൂൺ വരത്തക്ക പോലെ യൂസ് ചെയ്യുകയാണ്. അത് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. അതിന് പ്രത്യേക കണക്കുകളൊന്നുമില്ല. എന്നും കണ്ട് കുടഞ്ഞിടുക എന്നുള്ളതല്ല. കുക്ക് ചെയ്യുന്നവർക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ രീതിയിൽ കൈകാര്യം ചെയ്യുക. ഒരു ശകലം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ശകലം സോൾട്ട്, അപ്പം ചിക്കൻ വിങ്സ് ഓവൻ ബേക്കാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഓവന് 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബേക്കിംഗ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ, അതായത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിങ്ങൊക്കെ കുറേ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബേക്കിംഗ് ഷീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ശകലം കുക്കിംഗ് സ്പ്രേ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് അടുക്കി വെക്കുക. ഹാഫ് ആൻ അവർ ആയിരിക്കുകയാണ്. ഇനി ഇതെടുത്ത് ഞാൻ ഹാഫ് വേ ഒന്ന് ടേൺ ചെയ്ത് വെക്കാൻ പോവുകയാണ്.
എല്ലാം ഒന്ന് ചേൺ ചെയ്തു. ഇനി വീണ്ടും ഒരു 15-20 മിനിറ്റ്സ് കൂടെ ഓവനിനകത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാനിതൊരു 5 മിനിറ്റ്സ് ഈച്ച് സൈഡ് 5 മിനിറ്റ്സ് ഈച്ച് സൈഡ് വെക്കത്തില്ല, ഒരു 2 മിനിറ്റ്സ് ഈച്ച് സൈഡ് ബ്രോയിലർ മോഡിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനത് ഓവന് ബ്രോയിലർ മോഡിലേക്ക് ടേൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ബ്രോയിലർ ഓയിൽ ഓഫ് ചെയ്തു. ഇനി നമുക്ക് എടുക്കാം, കഴിക്കാം. അപ്പോൾ രുചികരമായ ഈസി ഓവൻ ബേക്ക്ഡ് ചിക്കൻ വിങ്സ് റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ രുചികരമായ നല്ലൊരു ആപ്പിറ്റൈസറാണ്. നമുക്ക് വീടുകളിലൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന, അത്യാവശ്യം നമ്മുടെ രീതിയിലുള്ള സ്പൈസിനെസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും പാർട്ടി, ഇത് മെയിനായിട്ട് പാർട്ടി വിങ്സ് എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. പാർട്ടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ആപ്പിറ്റൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ്. ഇതിന് പറയുന്നത് തന്നെ പാർട്ടി വിങ്സ് എന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.